ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ നാം ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പ്രൊഫഷണലി മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ലിങ്ക്ഡിൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, അതോടൊപ്പം തന്നെ നമുക്ക് എങ്ങനെ ജോബ് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കതെങ്ങനെ അപ്പം ചെയ്യാം എന്നുള്ള ആ പ്രൊസീജിയറും കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് കാണുന്നത്. നമുക്കറിയാം, നമ്മൾ യൂഷ്വലി നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്കൗണ്ട് ആയിക്കോട്ടെ, ഒരു യൂട്യൂബ് ആയിക്കോട്ടെ, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളൊരു മെയിൽ ഐ ഡി യൂസ് ചെയ്യാറുണ്ട്. അപ്പം സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. നമുക്കൊരു മെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്കിവിടെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇതിലായിരിക്കും നമുക്ക് ഇതിന്റെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ നമുക്ക് വരിക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, നമ്മൾ ഇനീഷ്യൽ സ്റ്റെപ്പ് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമുക്കറിയാം, ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നമ്മൾ ആരാണെന്ന് നമുക്ക് ഈ പറയുന്ന നെറ്റ്വർക്കിൽ വരുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് നമ്മുടെ ഐഡന്റിറ്റി തന്നെ നമ്മളൊന്ന് പറയണം. മീൻസ് നമ്മുടെ ഫോട്ടോ ആയിരിക്കും, നമ്മുടെ പ്രൊഫൈൽ പിക്ക് ആയിരിക്കും നമ്മൾക്ക് അത് പറയുക. അപ്പൊ അത് നമ്മൾ ഒരിക്കലും ഒരു ഇൻസ്റ്റഗ്രാമിലോ മറ്റും ഇടുന്ന കൂട്ടുള്ള ഒരു ഫോട്ടോസോ കാര്യങ്ങളോ ആയിരിക്കരുത്. മറിച്ച് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടച്ചോട് കൂടിയായിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മളൊരു മീൻസ് ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു ജോബ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പം അത് കൂടുതലും നമുക്ക് ഇപ്പൊ ഒരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യാനാണെങ്കിൽ കൂടി ഈ പറയുന്ന നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ വളരെ ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ കൊടുക്കണം. അപ്പൊ ഒരു പ്രൊഫഷണൽ ടച്ചോട് കൂടിയ ഫോട്ടോസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം, നമുക്ക് ഫേസ്ബുക്കിനകത്ത് ഉള്ളതുപോലെ തന്നെ ഇപ്പം ഈ ഫോട്ടോസ് ഉണ്ട്, അതുപോലെ തന്നെ കവർ ഫോട്ടോ. അപ്പം ഈ കവർ ഫോട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പം അതിന് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷൻ, ഇപ്പം നമ്മൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പം ഒരു സിവിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ടച്ചോട് കൂടിയ ഒരു ബാക്ക്ഗ്രൗണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് എയിം ചെയ്യുന്നത്, നമ്മൾ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് എയിം ചെയ്യുന്നത്, അപ്പൊ ആ രീതിയിലുള്ള നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് വെക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പം നമ്മുടെ ഒരു കമ്പനിയിൽ നമ്മളിപ്പോൾ ജോബിനൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിന്റെ വേണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ വേണമെങ്കിൽ വെക്കാം, നമ്മുടെ കമ്പനിയുടെ ഒരു പ്രൊഫൈൽ വേണമെങ്കിൽ വെക്കാം. അപ്പം ആ രീതിയിൽ നമ്മൾ വെക്കാനായിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം അത് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ, അപ്പം നമുക്ക് ക്യാൻവയിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് തരുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഒരു പ്രൊഫൈൽ പിക്കായി അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു കവർ ഫോട്ടോ, നമ്മൾ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമതായിട്ട് നമുക്ക് നോക്കേണ്ട കാര്യമാണ്, ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും www.linkedin.com/Justin09. ഓക്കെ, ഇത് നമ്മൾ യൂഷ്വലി നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വരുമ്പം മറ്റു നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും പബ്ലിക് പ്രൊഫൈൽ ആൻഡ് URL. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് ഐഡിയിലാണ്, മീൻസ് അപ്പൊ ഈ ലിങ്ക്ഡിൻ ID നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആൾക്കാർക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം യൂഷ്വലി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വരുമ്പം മറ്റ് നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. അപ്പം ബെറ്റർ നമ്മൾ നമ്മുടെ പേരിൽ തന്നെ കൊടുക്കാനോ കാര്യങ്ങളോ നോക്കുക. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ അവിടെ ഇപ്പം മറ്റൊരു നമ്പർ കൊടുക്കാം. അപ്പം അത് ഏതാണോ നമുക്ക് സ്യൂട്ടബിൾ, കുറച്ചുകൂടെ നമ്മുടെ ഐഡന്റിറ്റി കാണിക്കാൻ ഏതാണ് നല്ലത് അത് നോക്കി കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ പ്രൊഫൈല് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഹെഡ്ലൈൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഹെഡ്ലൈൻ നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേര്, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എൻ്റർ ചെയ്യാം. അതോടൊപ്പം തന്നെ ഹെഡ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീൻസ് ഇപ്പം നമ്മൾ ജോബ് ഒരു ഗ്രാജുവേറ്റ് ആണെന്ന് കരുതുക. അപ്പം എന്താണ് നമ്മൾ എയിം ചെയ്യുന്നത്, അപ്പം ആ കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ അത് ഫിൽ ഔട്ട് ചെയ്യാനായിട്ട്. അപ്പം അത് നമുക്ക് പല രീതിയിൽ കൊടുക്കാം. ഇപ്പം സിവിൽ എഞ്ചിനീയർ, നമ്മൾ
മീൻസ് നമ്മളിപ്പോൾ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയർ എന്ന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ കമ്പനി വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ കമ്പനിയുടെ പേര് വേണമെങ്കിൽ കൊടുക്കാം. ഇനി കുറച്ചുകൂടെ നമുക്ക് ഇതാ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ നമ്മുടെ കുറച്ചുകൂടെ ആ രീതിയിലുള്ള സർട്ടിഫിക്കേഷൻസിന്റെ ഒരു പേരോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പ്രൊഫഷണൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അപ്പൊ അതെല്ലാം വെച്ചിട്ട് ആ ഹെഡ്ലൈൻ കണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു വിസിബിലിറ്റി കിട്ടണം. അപ്പൊ അതാണ് ബേസിക്കലി ഹെഡ്ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ പ്രൊഫഷൻ ഏതാണോ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വേണം അത് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫിൽ ഔട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ ഫിൽ ഔട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും വെബ്സൈറ്റോ ബ്ലോഗോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഫിൽ ഔട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് ബേസിക്കലി നമ്മുടെ ഈ ഒരു പോർഷനാണ് ഏറ്റവും ഈ ഹെഡ്ലൈൻ അല്ലെങ്കിൽ ആ ഒരു സെക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സെക്ഷനാണ്. ഇനി അടുത്തത് ഈ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ്, ഈ പറഞ്ഞിരിക്കുന്ന ആഡ് അബൌട്ട്. അതായത് നമുക്കറിയാം നമ്മൾ റെസ്യൂമിലൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം കുറേ അധികം കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്യും. നമ്മുടെ എബൌട്ട് സെക്ഷൻ നമ്മളെ തന്നെ നമ്മുടെ കമ്പനിക്കാർക്കോ അല്ലെങ്കിൽ നമ്മൾ ആർക്കാണോ നമ്മൾ റെസ്യൂം കൊടുക്കുന്നത് അവർക്കൊന്ന് മനസ്സിലാക്കാൻ, ബ്രീഫായിട്ട് നമ്മളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം അതാണ് എബൌട്ട് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എബൌട്ട് സെക്ഷനിൽ നമ്മുടെ പ്രൊഫഷനെ പറ്റി അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു മേഖലയിൽ പഠിത്തം കഴിഞ്ഞ് നമ്മൾ ജോബ് നോക്കുന്ന ഒരവസ്ഥയിൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ അതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ എബൌട്ട് സെക്ഷൻ ഒരു ഷോർട്ട് സമ്മറി നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്കിൽസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിൽസ് ആഡ് ചെയ്യണം. നമുക്കിപ്പം എക്സൽ നമുക്ക് വളരെയധികം സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ അറിയാം. അപ്പം എക്സൽ, അതുപോലെ ഇനിയിപ്പോൾ നമ്മൾ പഠിച്ച ഓട്ടോക്യാഡ്, നമ്മളിപ്പോൾ സിവിലൊക്കെ ആണെങ്കിൽ ഓട്ടോക്യാഡ്, സിവിലല്ല നമുക്ക് എഞ്ചിനീയറിംഗിന്റെ പല മേഖലകളിലും ഉള്ളവർക്ക് യൂസ് ചെയ്യാം. ഏതൊക്കെ സോഫ്റ്റ്വെയറുകളൊക്കെ അറിയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സ്കിൽസിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മൾ എഡ്യൂക്കേഷനും കാര്യങ്ങളെല്ലാം റെഡിയാക്കി. അതോടൊപ്പം തന്നെ ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് എഡ്യൂക്കേഷൻ, പൊസിഷൻ, കരിയർ ബ്രേക്ക്, ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പം ഡിഗ്രി പഠിക്കുവാണെങ്കിൽ ആ ഡിഗ്രിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് സ്കിൽസ്, നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള സ്കിൽസ് ഉണ്ട്, നമുക്കിപ്പോൾ സോഫ്റ്റ്വെയറിൽ പല രീതിയിലുള്ള സ്കിൽസുകൾ ഉണ്ടാവും. പല സോഫ്റ്റ്വെയറുകൾ, അനാലിസിസിന്റെ പല സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇപ്പം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസിന്റെ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് റെക്കമെൻഡഡ്. ഓക്കെ, ഈ റെക്കമെൻഡഡിനകത്ത് നമുക്ക് ആഡ് ഫീച്ചേർഡ്, ആഡ് ലൈസൻസസ്, ഒരുപാട് കാര്യങ്ങൾ എൻ്റർ ചെയ്യാനുണ്ട്. അതിനകത്ത് ആഡ് ഫീച്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, നമുക്കിപ്പം ഇങ്ങനെ ആർട്ടിക്കിളൊക്കെ എഴുതുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ പ്രൊഫഷനെ പറ്റി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഡിറ്റ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ബ്ലോഗ് ഉണ്ടെന്ന് കരുതുക. അപ്പൊ ബ്ലോഗിന്റെ ലിങ്ക് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അപ്പൊ അത് നമ്മുടെ പ്രൊഫൈലിൽ ഏറ്റവും ഫീച്ചേർഡ് ആയിട്ടുള്ള ആ ഒരു സെക്ഷനിൽ വന്ന് കിടക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് ലൈസൻസ് സർട്ടിഫിക്കേഷൻസ്. നമുക്കിപ്പം ഓട്ടോക്യാഡിന്റെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് ഓൺലൈനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ലൈസൻസ്ഡ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പൊ നമുക്ക് പ്രൊജക്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ കോഴ്സസോ ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലിനകത്ത് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതായത് മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈൻ, നമ്മൾ എന്ത് വർക്ക് നമ്മളെ തന്നെ ഒന്ന് ഇത് കാണിക്കണം. ഞാൻ ഇന്ന ആളാണ്, ഇന്ന കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട്, അത് ഏറ്റവും ക്രിസ്പായിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ,
ഇനി മെയിൻ ആയിട്ട് നമുക്കറിയാം ഈ മുകളിൽ കുറച്ചധികം കമന്റ്സ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഏറ്റവും ബേസിക് ഹോം നമുക്കറിയാം നമ്മുടെ ആ ഒരു പേജ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഓരോ ന്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. മാക്സിമം നെറ്റ്വർക്ക്, മൈ നെറ്റ്വർക്ക്, അതായത് ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമ്മള് ലൊക്കേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ലൊക്കേഷന്റെ കേസ് പറയാനുള്ള കാരണം, ഇപ്പം നമ്മൾ ജോബ് നോക്കുന്നത് ഒരു ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഡൽഹിയിലോ അല്ലെങ്കിൽ പുറത്താണെന്ന് കരുതുക, ദുബായിലോ അവിടെയൊക്കെയാണെന്ന് കരുതുക. നമ്മൾ ആ റീജിയനിലുള്ള നമ്മുടെ ലൊക്കേഷൻ മാറ്റി കൊടുക്കുക. ഓക്കെ, കാരണം ഈ ലൊക്കേഷന്റെ ഇമ്പോർട്ടൻസ്, കാരണം നമുക്ക് കൂടുതലും നെറ്റ്വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ വേണം നമ്മളത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മളിപ്പം നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ നോക്കുവാണെങ്കിലും ആ ഒരു അഡ്രസ്സ് കൊടുക്കുക, എന്നിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് ലൊക്കേഷൻ മാറ്റാനായിട്ട് നമുക്ക് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ലൊക്കേഷന്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പം അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്, ശ്രദ്ധിക്കുക. നമ്മൾ ജോബ് നോക്കുന്ന സമയത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം മൈ നെറ്റ്വർക്കിന്റെ കേസ് പറഞ്ഞു. നമ്മൾ എവിടെയാണോ, നമ്മളിപ്പോ ഏത് ഫീൽഡാണോ നോക്കുന്നത്, അപ്പം എഞ്ചിനീയറിംഗ് ആണ് ഇപ്പം, അപ്പം സിവിൽ അല്ലെങ്കിൽ നമുക്ക് ആ മേഖലയിലുള്ളവരെയൊക്കെ കണക്ട് ചെയ്യുക. അത് ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂര്. അപ്പം ആ രീതിയിൽ വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ജോബ് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുകയെന്ന് കരുതുക. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക സിവിൽ എഞ്ചിനീയർ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയർ. അടുത്തത് നമ്മൾ ലൊക്കേഷൻ കൊടുക്കുകയാണ് ബാംഗ്ലൂർ. അപ്പൊ നമുക്ക് അവിടെയുള്ള കുറച്ചധികം കാര്യങ്ങൾ, നമുക്ക് ജോബ്സ് കാര്യങ്ങൾ, നമുക്ക് നോട്ടിഫിക്കേഷൻസ് കയറി വരും. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഏത് ഇതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ചില ജോബുകളൊക്കെ ഈസി അപ്ലൈ എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്കായിരിക്കും പോകുന്നത്. ഇപ്പൊ പല ജോബുകളും ഇപ്പം ഇപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈസി അപ്ലൈ. സോ ഈസി അപ്ലൈ കൊടുത്ത് നമ്മുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് റെസ്യൂമെ അപ്ലോഡ് ചെയ്യാനായിട്ട്, അപ്പൊ റെസ്യൂമ് കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ചില ജോബ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നേരെ വെബ്സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നേരെ വെബ്സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. ഇനി അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹയറിംഗ് ടീം അല്ലെങ്കിൽ ഹയറിംഗ് അതോറിറ്റീസിനെ കാണാൻ സാധിക്കും. അപ്പൊ അവർക്കൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. ഹയർ ചെയ്യുന്നവരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യമാണ്. അപ്പം നമുക്ക് ജോബ്സ് കാര്യങ്ങൾ എവിടെയാണോ വേണ്ടത്, അതുപോലെ എന്ത് പ്രൊഫഷനാണോ വേണ്ടത്, ഇപ്പം ക്വാണ്ടിറ്റി സർവേയർ ആണ്, എസ്റ്റിമേറ്റർ ആണ്, ഇന്ന ദുബായിലാണ് വേണ്ടത്, അപ്പം അത് സെർച്ച് ചെയ്യുക, എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് മെസ്സേജുകൾ, മറ്റുള്ളവർക്ക് ചാറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് മെസ്സേജ് അയക്കാനായിട്ട് ഇപ്പൊ ഹയറിംഗ് ടീംസിന് മെസ്സേജ് അയക്കാനുള്ള മെസ്സേജിങ് ടൂൾ ഉണ്ട്. പിന്നെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ്, അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള ഇതാണ് സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളിപ്പം ജോബ് അന്വേഷിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഓപ്പൺ ടു വർക്ക് ആണെന്ന് അറിയിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ലിങ്ക്ഡിൻ മെമ്പേഴ്സിനെയൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഓപ്പൺ ടു വർക്ക് എന്നുള്ള രീതിയിൽ, ഓക്കെ, അപ്പം എല്ലാവർക്കും കാണാൻ സാധിക്കും നമ്മുടെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എന്തെങ്കിലും ഒരു പോസ്റ്റിന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മളൊരു ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊഫൈൽ നമുക്ക് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കും നമ്മൾ ഓപ്പൺ ടു വർക്ക് ആണ്. അപ്പം മീൻസ് നമ്മുടെ കണക്ഷനിലുള്ള എല്ലാവർക്കും ഈ പറയുന്ന പോലെ നമ്മുടെ പ്രൊഫൈൽ എത്തുക എന്നുള്ളതാണ്. ഇനി അടുത്തൊരു സ്റ്റേജ് ആണ് നമ്മൾ കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട്. അതായത് എപ്പോഴും മീൻസ് നമുക്ക് ഒരു പോസ്റ്റ് എഴുതി ഇടാൻ പറ്റുവാണെങ്കിൽ, ഒരു ആർട്ടിക്കിൾ എഴുതി ഇടാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ പോസ്റ്റുകൾ എപ്പോഴും ഹൈലൈറ്റ് ആയിട്ടിരിക്കും. മീൻസ് ഇനീഷ്യൽ സ്റ്റേജിലല്ല, മറിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഇതൊരു ഹാബിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് വളരെയധികം ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുകയും നമ്മുടെ പ്രൊഫൈല് കയറി വരികയും ചെയ്യും. അപ്പം അതൊരു വലിയൊരു ഫാക്ടറാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പിന്നെ ചെയ്യേണ്ട കാര്യമാണ് മാക്സിമം ആൾക്കാരായിട്ട് നെറ്റ്വർക്ക് ചെയ്യുക. മാക്സിമം ആൾക്കാർ, അതായത്
ഇപ്പം നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പം ബാംഗ്ലൂരാണ് നമ്മുടെ ജോബ് നോക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാക്സിമം അവിടെയുള്ള ഇപ്പം നമ്മൾ എഞ്ചിനീയറിംഗ് പ്രൊഫഷനാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അവിടെയുള്ള നമ്മുടെ പ്രൊഫഷനിലുള്ള സിവിൽ ആണെങ്കിൽ സിവിൽ, അപ്പൊ സിവിലിലുള്ള ആൾക്കാരെ എല്ലാം കണക്ട് മീൻസ് അവർക്കൊക്കെ റിക്വസ്റ്റ് വിടുക, റിക്വസ്റ്റ് അയക്കുക. ചിലപ്പം ചിലര് അക്സെപ്റ്റ് ചെയ്യും, മജോറിറ്റി ആൾക്കാരും അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. പിന്നെ അടുത്തത് നമ്മുടെ മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ജോബ്സ് കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഇതിനകത്ത് നമുക്ക് ഓരോ സെക്ഷൻസ്, നമുക്ക് ഏത് ജോബാണോ വേണ്ടത് ആ ജോബ് സെർച്ച് ചെയ്യുക, ഏത് സ്ഥലത്താണ് വേണ്ടത് അവിടുത്തെ കാര്യങ്ങൾ മീൻസ് ആ ലൊക്കേഷന് ഉള്ള കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. അപ്പൊ അതിന് നമ്മൾ അപ്ലൈ ചെയ്യുക. അത് നമ്മുടെ ഈ പറയുന്ന പോലെ അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന് അപ്ലൈ ചെയ്യുക. അപ്പം റെസ്യൂം അതനുസരിച്ച് പ്രിപ്പയർ മീൻസ് നമ്മൾ ഓൾറെഡി നമ്മുടെ റെസ്യൂം കാര്യങ്ങളൊക്കെ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പൊ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് ഡയറക്ട്ലി സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി ലിങ്ക്ഡിൻ പ്രൊഫൈലും നമുക്ക് മറ്റുള്ളവരെയൊക്കെ നമുക്ക് കൂടുതൽ കണക്ട് ചെയ്യുക, നമ്മുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുകയും നമുക്ക് ഈ ഫീൽഡിലുള്ളവരെ കണക്ട് ചെയ്യുകയൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് ലിങ്ക്ഡിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പം ഇപ്പം നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു സമയത്ത് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുക, ഇതിനകത്ത് കൂടുതൽ ആക്റ്റീവ് ആവുക, അതോടൊപ്പം തന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് കണക്ഷൻസ് എത്തുക. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പഠനകാലത്തിന് ശേഷമൊക്കെ നമുക്ക് ഇച്ചിരിയും കൂടി ഈസി ആയിരിക്കും. മീൻസ് നമുക്ക് കുറച്ച് മീൻസ് നമ്മൾ ഒരു ഫ്രഷ് ആയിട്ട് ഇതിനകത്തേക്ക് മീൻസ് പഠിത്തമൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നേക്കാളും കുറച്ചുകൂടെയും ഈസി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പഠന സമയത്ത് തന്നെ ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുവാണെങ്കിലും ആ സമയത്ത് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുക, ഈ അക്കൗണ്ട് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് അല്ലെങ്കിൽ മീൻസ് നമ്മൾ എല്ലാവരും സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് അതിനകത്ത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഇതാണ്. അപ്പം കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് എഴുതാൻ മീൻസ് ചെയ്യാൻ സാധിക്കും. അപ്പം തുടക്കത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീടൊക്കെ നമുക്കത് വളരെ ഈസി ആയിട്ട് നമുക്കത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പം എല്ലാവരും ഈ പറയുന്ന പോലെ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈല് മസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുക, അത് ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുക, നിങ്ങളൊക്കെ അന്വേഷിക്കുക. അപ്പം എല്ലാവർക്കും താങ്ക് യു.